ഹായ്, ഇന്നത്തെ ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് എസ് ഡി വാൻ, സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് വാൻ. ഓക്കെ, സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. അപ്പം ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കൺസെപ്റ്റിലേക്ക് പോകാം. അതായത് സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് നെറ്റ്വർക്കിംഗ്, SDN എന്ന് പറയുന്ന ഉള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് നെറ്റ്വർക്കിംഗ്, അതായത് ഇപ്പം ഒരു നെറ്റ്വർക്കിനെ, ഒരു വലിയൊരു ഇൻഫ്രാസ്ട്രക്ചറിനെ നമുക്ക് മാനേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടല്ല നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഒരു പോളിസി, പുതിയൊരു പോളിസി ആഡ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഒരു മൈഗ്രേഷൻ നടക്കും. അപ്പോൾ ഈ കേസിലൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് ഹ്യൂമൻ ഇൻട്രാക്ഷൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഹ്യൂമൻ ഇൻട്രാക്ഷൻ വരുന്ന സമയത്ത് കൂടുതൽ എറേഴ്സൊക്കെ, കൂടുതൽ ഹ്യൂമൻ ജനറേറ്റഡ് ആയിട്ടുള്ള എറേഴ്സൊക്കെ വരാനുള്ള പോസിബിലിറ്റീസ്, പിന്നെ അതിൻ്റെ ടൈം, ആ ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം, അങ്ങനെ ഒരുപാട് ചലഞ്ചസ് വരുന്നുണ്ട്. അപ്പം അതിന് ഈ നെറ്റ്വർക്കിനെ മൊത്തം ഒരു ഇൻ്റലിജൻസ് വെച്ചിട്ട് സെൻട്രലൈസ്ഡ് ആയിട്ട് കൺട്രോൾ ചെയ്യുക എന്നൊരു കൺസെപ്റ്റാണ് സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇതിൻ്റെ ഈ SDN എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ വാനിലുള്ള ഇംപ്ലിമെൻറ്റേഷനാണ് നമ്മൾ SD വാൻ, സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് വാൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതേമാതിരി തന്നെ സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് SD ആക്സസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മളുടെ ക്യാമ്പസ് നെറ്റ്വർക്കിനെ, അല്ലെങ്കിൽ നമ്മളുടെ ലാനിനെ, ക്യാമ്പസ് നെറ്റ്വർക്കിനെ അല്ലെങ്കിൽ നമ്മൾ ലാനിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ SD ആക്സസ്. ഇത് നമുക്ക് സിസ്കോൻ്റെ DNAC എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഹാർഡ്വെയർ വെച്ചിട്ടാണ്, സോഫ്റ്റ്വെയർ ആവാം ഹാർഡ്വെയർ ആവാം, രണ്ട് രീതിയിലും അത് അവൈലബിൾ ആണ് DNAC. അത് വെച്ചിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ്. പിന്നെ സിസ്കോയുടെ ACI എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് ഇതിനകത്ത് ഡാറ്റാ സെൻറ്റർ നെറ്റ്വർക്കിനകത്തെ ഓട്ടോമേറ്റ് ചെയ്യാനും സെൻട്രലൈസ്ഡ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ACI. അങ്ങനെ 3 സൊല്യൂഷനാണ് സോഫ്റ്റ്വെയർ ഡിഫൈൻ നെറ്റ്വർക്കിങ്ങിനകത്ത് സിസ്കോ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനകത്ത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SD വാൻ എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. അതായത് ഈ നമ്മളെ സോഫ്റ്റ്വെയർ ഡിഫൈൻ നെറ്റ്വർക്കിങ്ങിനകത്ത് എല്ലാ നെറ്റ്വർക്കിംഗ് ഇംപ്ലിമെൻറ്റേഷനും നമുക്ക് സെൻട്രലൈസ്ഡ് ആയിട്ട് കൺട്രോൾ ചെയ്യുക, ഓട്ടോമേറ്റായി ചെയ്യുക, പിന്നെ അല്ലെങ്കിൽ എന്താ പറയുക, ഓൺ ബോർഡിംഗ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ചെയ്യുക എന്നുള്ള കൺസെപ്റ്റുകളൊക്കെ തന്നെ നമുക്ക് വർക്കൗട്ട് ആവുന്നത് ഒരു കൺട്രോൾ പ്ലെയിൻ, ഡാറ്റ പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു സെൻട്രലൈസേഷനോട് കൂടിയാണ്. അപ്പോൾ അതിപ്പോൾ നമുക്കറിയാം, ഒരു റൂട്ടർ എടുത്ത് നോക്കുകയെന്ന് വെച്ചാൽ ഈ റൂട്ടറിനകത്ത് മാനേജ്മെൻറ്റ് പ്ലെയിൻ ഉണ്ട്. അതായത് നമ്മൾ ഏത് മെത്തേഡിലാണ് റൂട്ടറിനെ മാനേജ് ചെയ്യുന്നത്, HTTP വെച്ച് മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ ടെൽനെറ്റ് ചെയ്യാം, SSH ചെയ്യാം, അല്ലെങ്കിൽ HTTPS ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ പല മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൂട്ടറിനെ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ കൺട്രോൾ പ്ലെയിൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. കൺട്രോൾ പ്ലെയിൻ ഉണ്ട്. അതായത് ഈ റൂട്ടിംഗ് പ്രോട്ടോക്കോൾ ആയിട്ടുള്ള OSPF, EIGRP, ഇങ്ങനെ ഈ പ്രോട്ടോക്കോൾസൊക്കെ ശരിക്കും കൺട്രോൾ പ്ലെയിനിലാണ്. ഇവരാണ് ശരിക്കും വേറെയുള്ള റൂട്ടേഴ്സൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഏതാണ് ബെസ്റ്റ് പാത്ത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിലൂടെ ട്രാഫിക്കിനെ സെൻഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ, അതിൻ്റെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ കൺട്രോൾ പ്ലെയിനിലാണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഡാറ്റ പ്ലെയിൻ എന്ന് പറയുന്നൊരു പ്ലെയിൻ ഉണ്ട്. അപ്പോൾ ഇത് നോർമലി ഓരോ ഡിവൈസിനകത്തും ഇത് ഉണ്ട്. കൺട്രോൾ പ്ലെയിനും ഡാറ്റ പ്ലെയിനും മാനേജ്മെൻറ്റ് പ്ലെയിനും ഒക്കെ എല്ലാ ഡിവൈസിനകത്തും ഉണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ ഡിഫൈൻ നെറ്റ്വർക്കിങ്ങിൻ്റെ തന്നെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ കൺട്രോൾ പ്ലെയിൻ സെൻട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഓരോ ഡിവൈസിനും ഫാബ്രിക്കിനകത്തും ഡാറ്റ പ്ലെയിൻ ആണ് ഉണ്ടാവുക. അതിൻ്റെ കൺട്രോൾ പ്ലെയിൻ എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു മെയിൻ സെർവറിൽ ഇരുന്നിട്ടേക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എന്താ പറയുക, ഒരു നെറ്റ്വർക്കിനെ, ഒരു ഹ്യൂജ് നെറ്റ്വർക്കിനെ മാനേജ് ചെയ്യാൻ വളരെ എളുപ്പമായി തീരും. ഇതാണ് ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ്. നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് തന്നെ ശരിക്കും ഒരു ക്ലാസ് ആയിട്ട് എടുക്കേണ്ട കൺസെപ്റ്റാണ്, പക്ഷേ നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കിനിപ്പോൾ SD വാൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നോർമലി
ഒരു കമ്പനികൾ പല പല ബ്രാഞ്ചുകളുണ്ട് എന്ന് വിചാരിക്കാം. ഇതൊക്കെ മൾട്ടിപ്പിൾ ടെക്നോളജികൾ വഴി നമുക്ക് കണക്ട് ചെയ്യാം. അതായത് 2 ബ്രാഞ്ചസ് അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ അതിലധികം ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് പല മെത്തേഡ് വഴിയും റിഡൻഡൻസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ഇവിടുന്ന് ഒരു MPLS VPN MPLS വഴി നമ്മൾ ഈ ബ്രാഞ്ചസ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇത് കൂടാതെ ചിലപ്പോൾ നമ്മൾ ലീസ് ലൈൻ എടുത്തിട്ടുണ്ടാവും, ബ്രാഞ്ചുകൾ തമ്മിൽ ലീസ് ലൈൻ എടുത്തിട്ടുണ്ടാവും. ഇനി അത് കൂടാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ വഴി, ഓരോ ISP എന്നുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ വഴി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റിഡൻഡൻസിക്ക് വേണ്ടിയിട്ട് VPN ഇംപ്ലിമെൻറ്റ് ചെയ്ത് വെക്കാം നമുക്ക്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ 4G 5G ടെക്നോളജി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം വെച്ചാൽ ബ്രാഞ്ചസിനെ കണക്ട് ചെയ്യാം. അപ്പം മിക്ക കമ്പനികളിലും ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ കണക്ഷൻസ് ഉണ്ടാവും ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതാണോ ഏറ്റവും ബെസ്റ്റ് അതിലൂടെ ട്രാഫിക് പോകും. അപ്പോൾ ഇൻ കേസ് ആ പാത്ത് കട്ടായി കഴിഞ്ഞാൽ വേറൊരു വാൻ ലിങ്ക് വഴി ട്രാഫിക്കിനെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് എപ്പോഴും സെൻട്രലൈസ്ഡ് ആയിട്ടല്ല നടക്കുന്നത്. ഓരോരോ റൂട്ടിനും അതിൻ്റെ അകത്തുള്ള ഒരു പോളിസി ചേഞ്ചൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർമൽ രീതിയിൽ ഈ ബ്രാഞ്ച് റൂട്ടേഴ്സ്, അതായത് എഡ്ജ് റൂട്ടേഴ്സിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ കോൺഫിഗറേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാഫിക് പാത്ത് മാറ്റേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ അതിനെ നമുക്ക് സെൻട്രലൈസ്ഡ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സപ്പോസ് നമുക്ക് വിചാരിക്കാം ഇങ്ങനെ മൾട്ടിപ്പിൾ കണക്ഷൻസ് ഉണ്ട്, ഇപ്പോൾ മൾട്ടിപ്പിൾ വാൻ കണക്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ വാൻ കണക്ഷൻസിൻ്റെ ഇതിനെ മൊത്തം എന്താ ചെയ്യുന്നത്, ഈ vSmart എന്ന് പറയുന്ന ഈ കൺട്രോൾ പ്ലെയിനിൽ ഇരുന്നു കൊണ്ട് vSmart വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് നമുക്ക് ഒരു പാത്തിൽ കഞ്ചഷൻ വരികയാണ്, ഈ ഒരു പാത്തിൽ കഞ്ചഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ കഞ്ചഷൻ വരുന്നുണ്ട് എന്നുള്ള കാര്യം ഇവർക്ക് അനലൈസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റും, ഈ പാത്ത് MPLS വഴി വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, MPLS വഴി തിരിച്ചുവിടാൻ പറ്റും ഈ ട്രാഫിക്കിനെ. ഓക്കെ, അപ്പോൾ അങ്ങനൊരു അനലിറ്റിക്സ് നടത്തിയിട്ട് ട്രാഫിക് ഫ്ലോൻ്റെ അനലിറ്റിക്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ടൈം ടു ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ട്രാഫിക് ഫ്ലോനെ നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളൂ. നമ്മളിതൊന്ന് ജസ്റ്റ് കോൺഫിഗർ ചെയ്ത് കൊടുത്താൽ മതി. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ vSmart എന്ന് പറയുന്ന ഈ ഡിവൈസ്, അതായത് കൺട്രോൾ പ്ലെയിൻ സെൻട്രലൈസ്ഡ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന ഈ കൺട്രോൾ പ്ലെയിൻ എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് കാര്യങ്ങളും മാനേജ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് ഒരു വളരെ ബ്രീഫായിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സിസ്കോൻ്റെ SD-WAN നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് vManage എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉണ്ട്, vSmart എന്ന് പറയുന്നൊരു ഡിവൈസ് ഉണ്ട്, പിന്നെ vEdge എന്ന് പറയുന്നത്, ഇപ്പോൾ റൂട്ടേഴ്സിനെ vEdge എന്നാണ് നമ്മൾ വിളിക്കുക, vEdge ഡിവൈസ് എന്ന് പറയുന്നുണ്ട്. പിന്നെ vBond എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉണ്ട്. ഇത് ഓർക്കസ്ട്രേഷൻ പ്ലെയിൻ ആണ്. vBond എന്ന് പറഞ്ഞാൽ ഓർക്കസ്ട്രേഷൻ പ്ലെയിൻ ആണ്. ഒതൻറ്റിക്കേഷനും കാര്യങ്ങളും ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് vBond ആണ്. പിന്നെ അതേമാതിരി തന്നെ മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ vManage എന്ന് പറയുന്ന ഡിവൈസാണ്. മാനേജ്മെൻറ്റും അനലിറ്റിക്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് vManage ആണ്. അതുപോലെ തന്നെ ഈ vSmart ആണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ കൺട്രോൾ പ്ലെയിൻ. ഇത് മാനേജ്മെൻറ്റ് പ്ലെയിൻ ആണ്, ഇത് കൺട്രോൾ പ്ലെയിൻ ആണ്. vEdge എന്ന് പറയുന്നതാണ് ശരിക്കും ഡാറ്റ പ്ലെയിൻ എന്ന് പറയുന്നത്, ഡാറ്റ പ്ലെയിൻ. പിന്നെ ഈ vBond എന്ന് പറയുന്നത് ഓർക്കസ്ട്രേഷൻ പ്ലെയിൻ. ഓക്കെ, ഓർക്കസ്ട്രേഷൻ പ്ലെയിൻ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അതിൻ്റെ നമുക്കറിയാം, ഈ എന്താ പറയുക, സിസ്കോൻ്റെ SD-WAN എന്ന് പറയുന്നത് ഒരു പേപ്പർ തന്നെയാണ്. ഓക്കെ, 300/415 എന്ന് പറയുന്നൊരു പേപ്പറായിട്ട് തന്നെ നമുക്കൊരു കംപ്ലീറ്റ് ഒരു ബുക്ക് തന്നെ പഠിക്കാനുള്ളതാണ് SD-WAN എന്ന് പറയുന്ന ടെക്നോളജി. അപ്പോൾ അതിന് ഡീറ്റെയിലേക്ക് നമുക്ക് പോകുന്നില്ല. ജസ്റ്റ് CCNA ലെവലിൽ നമ്മൾ എന്താണ് SD-WAN എന്താണ് എന്നുള്ളതിൻ്റെ ജസ്റ്റ് ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, കൺട്രോൾ പ്ലെയിൻ എന്താണ്, ഡാറ്റ പ്ലെയിൻ എന്താണ്, കൺട്രോൾ പ്ലെയിൻ സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ കവർ ചെയ്യുന്നതാണ്. പക്ഷേ നമുക്കതിൻ്റെ ഒരു ഇൻ്റർവ്യൂ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ഇന്ന് കാര്യങ്ങൾ നമ്മൾ നോക്കുന്നത്. അപ്പോൾ SD-WAN എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം. SD-WAN ക്യാൻ യൂസ് എ മിക്സ് ഓഫ് കണക്ഷൻ ടൈപ്സ്. ഓക്കെ, അതായത് മിക്സ് ഓഫ് വാൻ കണക്ഷൻ ടൈപ്സ് എന്നാണ് ഉദ്ദേശിച്ചത്, ലൈക്ക് ബ്രോഡ്ബാൻഡ്, LTE ആൻഡ് MPLS ടു സെക്യൂർലി ആൻഡ് ഇൻ്റലിജൻ്റ്ലി റൂട്ട് ട്രാഫിക്. അപ്പം ഈ മൾട്ടിപ്പിൾ വാൻ കണക്ഷൻസിനകത്തു കൂടെ സെക്യൂർ ആയിട്ടും ഇൻ്റലിജൻ്റ് ആയിട്ടും ട്രാഫിക്കിനെ
റൂട്ട് ചെയ്യാൻ പറ്റും SD-WAN നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ SD-WAN ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതോടുകൂടി MPLSൻ്റെയും അല്ലെങ്കിൽ ഈ VPNൻ്റെയും ഒന്നും ആവശ്യമില്ലാതാവുന്നില്ല. ഓക്കെ, അപ്പം അവിടെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് അത് സെയിം തന്നെയാണ്, കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഓവർലേ നെറ്റ്വർക്ക്, അതായത് അതിൻ്റെ മുകളിൽ ഒരു ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു നെറ്റ്വർക്കാണ് ശരിക്കും SD-WAN എന്ന് പറയുന്നതിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി SD-WAN യൂസസ് സെൻട്രലൈസ്ഡ് സോഫ്റ്റ്വെയർ ടു മാനേജ് WAN കണക്ഷൻസ്. അല്ലേ, ഓൾറെഡി ഉള്ള WAN കണക്ഷൻസിനെ ഒരു സെൻട്രലൈസ്ഡ് സോഫ്റ്റ്വെയർ വെച്ചിട്ട് മാനേജിങ് ചെയ്യുക എന്ന് പറയുന്നത് മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അല്ലാണ്ട് WAN കണക്ഷന് പകരം വന്ന ഒരു റീപ്ലേസ്മെൻ്റ് അല്ല SD-WAN എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ SD-WAN ഒപ്റ്റിമൈസസ് ആൻഡ് കൺട്രോൾസ് നെറ്റ്വർക്ക് ട്രാഫിക് ഓവർ ദ WAN. അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. പിന്നെ വേറൊരു ഡെഫിനിഷൻ, SD-WAN കണക്ട്സ് റിമോട്ട് സൈറ്റ്സ് യൂസിങ് സ്മാർട്ട് റൂട്ടിംഗ്. സ്മാർട്ട് റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, അതായത് ഒരു പാത്തിൽ കഞ്ചക്ഷൻ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി വേറൊരു പാത്ത് ഇവർക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ SD-WAN സെൻട്രലൈസസ് WAN മാനേജ്മെൻറ്റ് വിത്ത് സോഫ്റ്റ്വെയർ. പിന്നെ SD-WAN യൂസസ് സോഫ്റ്റ്വെയർ ടു കൺട്രോൾ ആൻഡ് സെക്യൂർ മൾട്ടിപ്പിൾ നെറ്റ്വർക്ക് ലിങ്ക്സ്. ഇങ്ങനെ പല രീതിയിലും നമുക്കിതിനെ ഡിഫൈൻ ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ ഇതാണ് SD-WAN, വാട്ട് ഈസ് SD-WAN എന്ന് പറയുന്ന ഇൻ്റർവ്യൂ ക്വസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ആൻസർ ചെയ്യുന്നത്. താങ്ക് യു.